ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന പാൽപ്പായസം. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആയതുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് എല്ലാ കൊല്ലവും ഞങ്ങൾ ആ ദിവസത്തിൽ പാൽപ്പായസം ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അവർ പണ്ട് മുതൽക്കുള്ളൊരു ശീലമാണ്. അപ്പോൾ നമുക്ക് ആ പാൽപ്പായസം ഒന്ന് കാണാം. ആദ്യം തന്നെ പായസത്തിന് വേണ്ട ഉണക്കല്ലരി കഴുകി വൃത്തിയാക്കി വയ്ക്കാം. ഇവിടെ 250 ഗ്രാമാണ് ഇപ്പം അമ്മ എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ലിറ്റർ പാല്, അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ പാല് നേരെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കും വേണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ച അരി ഇടുക. അരിയിട്ട ശേഷം പിന്നെ അത് വേവിച്ചെടുക്കണം. അതും നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ പാലിൽ തന്നെ നേരെ അരി കിടന്നിട്ട് വേവാണ്, അപ്പോഴാണ് സ്വാദ് കൂടുക എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അല്ലാതെ അരി ഇപ്പോൾ നമ്മൾ വേവിച്ചിട്ട് വേറെ രീതിക്കും വെക്കാം. അരി വേവിച്ചിട്ട് പിന്നെ പാല് വേറെ തിളപ്പിച്ച് ഒക്കെ പാർന്ന് അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് അളവ് കൃത്യമായിട്ട് അറിഞ്ഞ് അത്രയും പരിചയമുള്ളവർക്കത് എളുപ്പമാണ്. പിന്നെ അരി വെന്ത ശേഷം, അപ്പോൾ ഏകദേശം പിന്നെ ഒന്നുണ്ട് വെന്ത് ആവുന്നതോട് കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വേവില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറുക്കിയെടുക്കുക. ഇവിടെ നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ചുവട് കട്ടിയുള്ള ഓട്ടുരുളിയാണ് പണ്ടൊക്കെ ഇവർ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പിന്നെ ഇതൊരു സൗകര്യത്തിന് വേണ്ടി പെട്ടെന്ന് സ്റ്റീലിൻ്റെ ഉരുളി എടുത്തതാണ്. അപ്പോൾ പായസം വെന്ത് കഴിഞ്ഞാൽ നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മൂപ്പിച്ചിടുക. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഊണ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പായസം കൂട്ടിയുള്ള ഊണ് അതാണ്. അപ്പോൾ ഇന്ന് ചോറ്, സാമ്പാർ, പയർ തോരൻ, അച്ചാർ, പപ്പടം, അങ്ങനെയാണ്. ഇതാണ് പായസത്തിന് വേണ്ടില്ല. നല്ല കുറുന്നനായിട്ട് ഇതാണ് കുടിക്കാൻ പാകത്തിന്. ഇലയിൽ ഒഴിക്കുമ്പോഴും അങ്ങനെ ഒന്നിച്ച് പരന്നു പോവാതെ നല്ല കൃത്യമായിട്ട് നല്ല കൊഴുപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ തന്നെ കിടക്കുന്നത് പായസം. അപ്പോൾ പായസം അങ്ങനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ രുചി നമുക്ക് ഏകദേശം ഊഹിക്കാം, അത്രയും നന്നായിരിക്കും എന്നുള്ളത്. പപ്പടം കൂട്ടിയിട്ട് ഈ പായസം കുടിക്കൽ അതും ഒരു പ്രധാനമാണ് പഴയ ആൾക്കാർക്ക്. അപ്പോൾ പണ്ടൊക്കെ ഇവർക്ക് ഗ്ലാസ്സിലല്ല, ഇങ്ങനെ ഇലയിൽ, ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇലയാണെങ്കിലും ഇലയിൽ ഒഴിച്ച് കഴിക്കാനാണ് ഇവർക്കൊക്കെ ഇഷ്ടം. അതാണ് അവരുടെ ശീലം. അപ്പോൾ ഇതിൽ പാല്, പഞ്ചസാര, ഉണക്കല്ലരി, ഇത് മാത്രമാണ്. അതായത് യാതൊരു കൊഴുപ്പിന് വേറെ ഒന്നും ഒന്നും ചെയ്തില്ല. എനിക്ക് ഗ്ലാസ്സിലാണ് പായസം ഇഷ്ടം, അങ്ങനെ കുടിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പായസം ഒന്ന് കുടിച്ച് ടേസ്റ്റ് നോക്കി. അപ്പോൾ പായസത്തിൽ മധുരം, പിന്നെ ആ പായസത്തിൻ്റെ ആ ഒരു കൊഴുപ്പ് എല്ലാം പാകത്തിനാണ്. അതായത് അരിയും പാലും ഒക്കെ എല്ലാം നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ആ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് എല്ലാ കൊല്ലത്തിലും ഇവിടെ വീട്ടിൽ ഞങ്ങൾ പായസം ഉണ്ടാക്കില്ല. അത് പ്രത്യേകിച്ച് ഈ പാൽപ്പായസം.
അപ്പോൾ അതാണ് ഇപ്രാവശ്യം ഇപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ, അപ്പോൾ അങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു പഴയ രുചിയും കൂടി അതും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.